Hello, listeners. Welcome to Asha Radio. This is RJ Mini. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ മലയാള സിനിമയിൽ പാർട്ട് 2 ഒക്കെ വരുന്നത് പോലെ ഇന്ന് കോവിഡിന്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ അതേ അതിഥി ഡോക്ടർ താര ദാമോദരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ താരയെ, കാരണം കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻ തന്നതാണ്. ഇക്കൊല്ലം പുതിയ ന്യൂ ഡെൽറ്റ വേരിയന്റിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനും നമ്മുടെ ആശങ്കകൾക്കൊക്കെ പരിഹാരം നൽകാനുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഡോക്ടർ താര ദാമോദരൻ. ഡോക്ടർ താര, would you please introduce yourself? So my name is Thara Damodaran. ഞാൻ ഇൻഫെക്ഷസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ ഒക്ലഹോമയിലെ ഇൻഫെക്ഷസ് ഡിസീസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഒക്ലഹോമ സിറ്റിയും സറൗണ്ടിങ് ഏരിയയിലും. ഇവിടെ ഞാൻ മെയിൻലി ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മള് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേപോലെ തന്നെ ഒരുപാട് കോവിഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിരുന്നു. We never thought we had to come back again, but reality hits, right? So now I feel like we are back to zero. We are starting back again, right? So ഇപ്പോ നമുക്ക് വന്നത് ഡെൽറ്റ വേരിയന്റ് ആണ്. നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന ഒരു ഫീലാണ്. പക്ഷെ ഈവൻ സ്ട്രോങ്ങർ, റൈറ്റ്? വീര്യം കൂടുന്നു പറഞ്ഞത് കറക്റ്റ് ആണ്. സോ ഈ ഡെൽറ്റ വേരിയന്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇതിന്റെ ഒരു സിവിയറിറ്റി ഭയങ്കര കൂടുതലാണെന്ന് കേൾക്കുന്നു. ഇതിന്റെ ഒരു പൊട്ടൻസി ഭയങ്കര കൂടുതലാണ്. എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്? Can you talk about it? So COVID-19 എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന വൈറസ് SARS-CoV-2 ആണ്. അത് ഫ്ലൂ വൈറസ് പോലെ തന്നെ മ്യൂട്ടേറ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. അപ്പൊ ഇത് ഫ്ലൂ വൈറസ് എല്ലാ വർഷവും ഒരു പുതിയ വേർഷൻ ആണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് എപ്പോഴും എല്ലാ വർഷവും നമുക്ക് വാക്സിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. അത് സർവൈവ് ചെയ്യാനായിട്ട് അതിങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുവാണ് ഓരോ വേരിയന്റിലും. അപ്പോ ഇപ്പം നമ്മൾ ആദ്യം കണ്ട വൈറസിനെ നമ്മൾ നെയിം ചെയ്തേക്കുന്ന ആൽഫ വേരിയന്റ്. അതിനിടയ്ക്ക് ബീറ്റയും ഗാമയും ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് ഈ ഡെൽറ്റ വന്നേക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് വളരെ ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിറുലന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈറസ് ആണ്. അത് ഏത് തരത്തിൽ നോക്കിയാലും അതിൽ കുറച്ച് കൂടുതൽ ഇത് ഇഫക്റ്റീവ് ആണ് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി. പിന്നെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം സിംറ്റംസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ ആൽഫ വേരിയന്റിന് ഒരു 6 ദിവസമെങ്കിലും ആണ് ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. ഇത് 4 ദിവസം. അത് മാത്രമല്ല സിംറ്റംസ് മോർ സിവിയർ ആണ്. ആൾക്കാർ കൂടുതൽ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല രോഗലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അത് കൂടുതൽ സിവിയർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആൽഫ വേരിയന്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ സിവിയർ ഇൻഫെക്ഷൻ ആണ് ഡെൽറ്റ വേരിയന്റ് വരുന്നത്. സോ ഐ മീൻ നമ്മൾ ആൽഫ വേരിയന്റ് COVID-19 വന്നപ്പോൾ നമ്മൾ പറയായിരുന്നു ഇത് 1% can transmit to 3%. ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്താണ്? സോ അത് അതിൽ നിന്ന് വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ 5 to 9 ആൾക്കാർക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് ഓൾമോസ്റ്റ് സിമിലർ ടു ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് വൈറസ് ഇപ്പൊ നമ്മൾ ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ സ്കൂളിലൊക്കെ ആർക്കെങ്കിലും ചിക്കൻ പോക്സുമായിട്ട് പിള്ളേർ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും എല്ലാവർക്കും കിട്ടും. അപ്പൊ അതിന്റെ സിമിലർ ആയിട്ടാണ് ഇതിപ്പം വന്നേക്കുന്നത്. അപ്പൊ ഇത്രയും ട്രാൻസ്മിസിബിൾ അല്ലായിരുന്നു നേരത്തെ ആൽഫ വേരിയന്റ്. അപ്പൊ അതിൽ നിന്ന് വളരെ അഡ്വാൻസ് ചെയ്ത് മോർ ട്രാൻസ്മിസിബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ചിക്കൻ പോക്സിന്റെ സിമിലർ ട്രാൻസ്മിസിബിലിറ്റി ആണെന്നാണ് CDCയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. അതിന്റെ ഒരു നമ്പേഴ്സ് പറയാമോ? സാധാരണ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ 1 to 3 എന്നുള്ളതിന്റെ ഒരു എന്താണ് ഒരു റേഷ്യോ റൈറ്റ് നൗ? സോ ഇത് ശരിക്കും പറഞ്ഞാല് 60% മോർ ട്രാൻസ്മിസിബിൾ ആണ് ഇൻഡോർസ്. അപ്പൊ നമ്മള് ഇപ്പം വർക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 60% മോർ ട്രാൻസ്മിസിബിൾ ദാൻ ആൽഫ വൈറസ്. പക്ഷേ ആൽഫ വേരിയന്റ്. പക്ഷേ ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ അതും കൂടുതലാണ്, 40%. നേരത്തെ ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരുന്നു. ആൽഫ വേരിയന്റ് അത്ര പെട്ടെന്ന് ട്രാൻസ്മിസിബിൾ അല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ ക്ലോസ് കോണ്ടാക്ട് ഔട്ട്ഡോർ ഒരു കോണ്ടാക്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് 40% മോർ ചാൻസ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. സോ എനിക്കറിയാം ഇപ്പൊ ആരും ഔട്ട്ഡോർ മാസ്ക് വെയർ ചെയ്യുന്നില്ല.
ഇൻഡോറും ലൈക് ക്വസ്റ്റ്യനബിൾ ആണ്. സോ ഇപ്പോ ഈ നമ്മുടെ ആ സോഷ്യൽ, സോ ഡോക്ടർ താര പറയുന്നത് നമ്മൾ ഇൻഡോർ ഐ മീൻ ഔട്ട്ഡോർ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഇല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാൻസ്മിസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഇഫ് യു crowded place like Disneyland or like water park, just make sure if you are in a crowded space you mask up and keep the social distancing. That still stays the same, right? Yes. The social distancing and vaccine. Ipo vaccine edutha aalkaraanundengil adinte a oru the incidence of transmission korayum. പക്ഷെ എന്നാലും ഇത് ഇത്രയും കൂടുതൽ 40% more transmissible ആയത് കാരണം മാസ്ക് വെയർ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. So we are into like this 1.5 year into COVID. There are pala shastram പുരോഗമിക്കുന്നു, നമ്മൾ പല ട്രീറ്റ്മെന്റ് അപ്രോച്ചസും ട്രൈ ചെയ്യുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിന് if I am in an ICU or like in a hospital, what is the treatment approach, best treatment approach? So ഇപ്പൊ almost 18 months-നകത്ത് ഉള്ള 18-19 months-നകത്ത് നമുക്ക് ഇതുവരെ ഒരു ക്യൂർ ഇല്ല. There is no medication that you can give that you can guarantee that it would get you completely cured of this infection. Other viral infections, it is common that viral infections, bacterial infections പോലെ അല്ല, കുറെ കൂടി ഡിഫിക്കൽട്ട് ആണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് നമ്മൾ ക്യൂർ ചെയ്തെന്ന് പറയും, പക്ഷെ വൈറൽ ഇൻഫെക്ഷൻസിന് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് SARS-CoV-2-നെയും ക്യൂർ ചെയ്യുന്ന ഒരു മെഡിക്കേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത ട്രയൽസ് ചെയ്ത മെഡിക്കേഷൻസിൽ ചിലത് കുറച്ച് ബെനിഫിറ്റ്സ് ഉള്ള കുറച്ച് മെഡിക്കേഷൻസ് ഇപ്പൊ അപ്രൂവ്ഡ് അല്ലെങ്കിൽ അപ്രൂവ്ഡും ഉണ്ട്, എമർജൻസി യൂസ് ഓതറൈസേഷനുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട്. അതാണ് ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട് ദാറ്റ് പീപ്പിൾ നീഡ് ടു നോ അബൌട്ട് ദിസ്. മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫ്യൂഷൻ നമുക്ക് ഏർലി സ്റ്റേജിൽ കൊടുക്കാൻ പറ്റും. സോ യു ടെസ്റ്റ് പോസിറ്റീവ്, എന്നിട്ട് യു ഹാവ് എ റിസ്ക് ഫാക്ടർ ഫോർ പ്രോഗ്രഷൻ ടു സിവിയർ ഡിസീസ്. എന്ന് വെച്ചാൽ അത് സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ നേരത്തെ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് ഇൻഫ്യൂസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് റെഫറൽ വാങ്ങിക്കണം, എന്നിട്ട് ദേ ഷുഡ് ഗെറ്റ് ദിസ് ഇൻഫ്യൂഷൻ. Regeneron curve എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫ്യൂഷൻ ഉണ്ട്. There are 2 different medications that there is another one. So there are 2 different, each center might have a different medication available. അപ്പൊ ഏത് മെഡിക്കേഷൻ ആണ് ആ സെന്ററിൽ അവൈലബിൾ എന്നുള്ളത് വെച്ചിട്ട് രണ്ടും നല്ലതാണ്. ഇത് 2 to 6% ഡിക്രീസ് ചെയ്യും പ്രോഗ്രഷൻ ടു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ സിവിയർ ഇൻഫെക്ഷൻ വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഇൻഫ്യൂഷൻ സഹായിക്കും. സോ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ, സോ ഇത് 12 yearsൽ കൂടുതലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഇൻഫ്യൂഷൻ എടുക്കാൻ പറ്റും. പക്ഷേ യുവർ ഡോക്ടർ വിൽ ഡിസൈഡ് ഇഫ് യു ആർ എലിജിബിൾ ഫോർ ദാറ്റ്. അപ്പൊ ഈ ചില ആൾക്കാർക്ക് ആസ്മ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒബീസിറ്റി ഉള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം. ഇവരെല്ലാം ഹയർ റിസ്ക് ആണ് സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നേരത്തെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് ഈ ഇൻഫ്യൂഷൻ കൊടുക്കുന്നത്. സോ ഇതും ഒരു ക്യൂർ അല്ല, ഇറ്റ് ഹെൽപ്സ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫൈറ്റ് ദ ഡിസീസ്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് സഹായിച്ചു കൊടുക്കുവാണ് ഈ ഇത് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ. ഇത് ആന്റിബോഡീസ് ആണ്. അപ്പൊ ഇത് നേരത്തെ വൈറസിനെ അറ്റാക്ക് ചെയ്തിട്ട് ഇറ്റ് ഡിക്രീസസ് ദ സിവിയറിറ്റി ഓഫ് ദി ഇൻഫെക്ഷൻ. ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ആണ് നേരത്തെ ഉപയോഗിക്കുന്ന ആകെ ഉള്ള ഒരു എമർജൻസി യൂസ് ഓതറൈസേഷൻ ഉള്ള മെഡിക്കേഷൻ ആണ്. ഇത് മെജോറിറ്റിയും IV ആയിട്ട് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ്, ഇൻഫ്യൂഷൻ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഉള്ള പേഷ്യൻസിന് നമ്പർ 1 ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റിറോയിഡ്സ്. അപ്പോൾ ഓക്സിജൻ വേണ്ടി വരുന്ന പേഷ്യൻസിന് സ്റ്റിറോയിഡ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ റെംഡെസിവിർ എന്ന് പറയുന്ന ആന്റി വൈറൽ മെഡിക്കേഷൻ. ഇത് ആന്റി വൈറൽ മെഡിക്കേഷൻ ആണെങ്കിൽ പോലും ഇത് ക്യൂർ ചെയ്യുന്നില്ല. ഇത് ചെറിയ ഒരു ശതമാനം ആൾക്കാർക്ക് അവരുടെ ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസ് കുറച്ചു കൊടുക്കും. അപ്പൊ 15 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് പകരം 10 ദിവസം ആകുമ്പോൾ ഡിസ്ചാർജ് ആകാൻ പറ്റും. അങ്ങനത്തെ ആ ഒരു ഡിഫറൻസ്.
ഇത്രയും ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം റെംഡെസിവിർ ഉണ്ട്, പിന്നെ അതുപോലെ JK ഇൻഹിബിറ്റർ എന്ന് പറയുന്ന വേറെ ഒരു ഇൻഫ്യൂഷൻ ഉണ്ട്, അങ്ങനെ പിന്നെ ഇന്റർലൂക്കിൻ 6 ഇൻഹിബിറ്റർ, അങ്ങനെ 4 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ ഏത് സ്റ്റേജ് ആണ്, ഇപ്പൊ ഏർലി സ്റ്റേജ് ആണോ അതോ ആ ഒരു വിൻഡോ കഴിഞ്ഞു പോയോ എന്നുള്ളത് വെച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ദേ വിൽ ഡു ദീസ് ഗിവ് ദീസ് മെഡിക്കേഷൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ latest ആയിട്ടുള്ള medications. So, I mean, to me, the monoclonal antibodies and Regeneron is the new information. So people who don't know about it, when you have COVID, please call your doctor and see if you qualify for it, because that can delay the progression. Like Dr. Thara said, there is no cure for it yet. So you can really make difference, with those medications. So make sure you call your doctor. So another question, nammal പലവർക്കും ഇതൊരു ചെറിയ ഫ്ലൂ പോലെ വരുന്നു, ചിലവർക്ക് ഇത് വളരെ മൈൽഡ് സിംറ്റംസ്. പക്ഷേ ഈ ലോങ് ടേമില് ഒരുപാട് ആൾക്കാര് കിഡ്നി പ്രോബ്ലംസ്, ഓർഗൻ ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആൻഡ് സ്റ്റഡി എന്താണ്? സോ COVID-19 എന്ന് പറയുന്ന ഇൻഫെക്ഷൻ മൾട്ടി സിസ്റ്റം ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ലങ്സിനെ മാത്രം, നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്, ലങ്സിനെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഇത്രയും നാൾ ഈ 18 to 19 months ഉള്ള എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ട് എല്ലാ സിസ്റ്റമിനെയും ഇത് എഫക്ട് ചെയ്യും. ഹാർട്ടിനെ എഫക്ട് ചെയ്യും, ഇത് ലങ്സ് മാത്രമല്ല ഹാർട്ടിനെ എഫക്ട് ചെയ്യും, കിഡ്നി എഫക്ട് ചെയ്യും, സ്കിന്നിനെ എഫക്ട് ചെയ്യും, ബ്രെയിൻ, ന്യൂറോളജിക് സിസ്റ്റം, എല്ലാം, നെർവസ് സിസ്റ്റം, ഇതെല്ലാം എഫക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ അക്യൂട്ട് സിംറ്റംസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഈ ക്രോണിക് സിംറ്റംസ് തുടങ്ങും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പലതരത്തിലുള്ള സിംറ്റംസ് ആയിരിക്കാം. സോ ചില ആൾക്കാർക്ക് വീക്സ് കഴിഞ്ഞിട്ട്, ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഈ സിംറ്റംസ് തുടങ്ങും. സോ ഇത് എത്ര നാൾ നിൽക്കും എന്നുള്ളത് ചിലപ്പോൾ മന്ത്സ് നിൽക്കുമായിരിക്കും, മാസങ്ങളോളം ഉണ്ടായിരിക്കാം. അപ്പൊ അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ആർക്കാണ് ഇത് എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ലോങ് കോവിഡ് സിംറ്റംസ് വരുന്നുണ്ട് എന്നുള്ളത് ഇതുവരെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ല. So, I mean, people who think, എനിക്ക് ചെറുതായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് അത്. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ബോഡിയിൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇറ്റ് ക്യാൻ ബി എഫക്റ്റഡ് ഇൻ മൾട്ടി ഓർഗൻ. സോ നിങ്ങൾ ലേറ്റർ ആയിരിക്കും അത് ഫൈൻഡ് ഔട്ട് ചെയ്യണേ. സോ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടേക്കിംഗ് റിസ്ക് അല്ലേ. അതാണ്. So I think the latest in the past 6-7 months നമ്മളെല്ലാവരും വാക്സിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. We have പലതരം വാക്സിൻസ് ഉണ്ട്. അപ്പോ എന്താണ് വാക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്? ലോട്ട് ഓഫ് പീപ്പിൾ ആർ സ്റ്റിൽ സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ്. വാക്സിൻ എടുക്കണോ അതോ കുറച്ച് പേരൊക്കെ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ അവരുടെ ഒരു റിസൾട്ട് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്ന ഇപ്പോഴും ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഫെയിലിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്സിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുക. കാരണം അതെടുത്താൽ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്, അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇതിപ്പം ഈ പാൻഡമിക് തുടങ്ങിയിട്ട് 19 months ആയി. എന്നിട്ട് ഇതുവരെ ഒരു മെഡിക്കേഷനും അത്ര എഫക്റ്റീവ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ അതിലുള്ള ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്ന ഈ വാക്സിൻസ് ആണ്. ഇതുവരെ ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂ ടെക്നോളജി വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത 2 വാക്സിൻസ് ആണ് ഈ ഫൈസറും മൊഡേണയും mRNA വാക്സിൻസ്. അപ്പൊ ഇത് ഈ ഇൻഫെക്ഷൻസ് തടയാനായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ ടെക്നോളജി അവർ ഉപയോഗിച്ചേക്കുന്നത്. ഇത് നമ്മൾ അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ നമ്മൾ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ടെക്നോളജിയിൽ എന്നുള്ളത് അത് ശരിക്കും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണത്. അപ്പൊ ഞങ്ങൾക്ക് വളരെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അതിങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ എഫിക്കസി ഒക്കെ കണ്ടിട്ട്. അപ്പൊ ഇതൊരു വലിയൊരു ഹ്യൂമാനിറ്റിയിൽ തന്നെ ഇറ്റ്സ് എ ബിഗ് സക്സസ് സ്റ്റോറി. അപ്പൊ ആ ഒരു വാക്സിന് അതിന് വളരെ കുറച്ച് സൈഡ് എഫക്ട്സ്, അതിന്റെ 90% കൂടുതൽ എഫിക്കസി. ഇതെന്ന് പറയുന്ന ഇത്രയും നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാക്സിന് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും എഫിക്കസിയുള്ള വാക്സിൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇത്രയും ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു വൈറസിനെതിരെ ഒരു വാക്സിൻ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അപ്പോൾ അത് ആദ്യം വന്ന വൈറസിനെതിരെയാണ് നമ്മൾ ഈ വാക്സിൻ ഉണ്ടാക്കിയത്. അപ്പൊ ആൽഫ വേരിയന്റ് വെച്ചിട്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ വേരിയേഷൻസ്, ഈ മ്യൂട്ടേഷൻസ്, വേരിയൻസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വാക്സിന്റെ എഫിക്കസി കുറഞ്ഞു. പക്ഷേ
ഇപ്പം ഫൈസറിന്റെ ആണെങ്കിൽ നമ്പർ പറയണം എന്നുണ്ടെങ്കിൽ സോ ആൽഫ വേരിയന്റ് മോർ ദൻ 90% എഫക്റ്റീവ് ആയിരുന്നു, 90 to 95% എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഫൈസറിന്റെ ഇപ്പോ ഡെൽറ്റ വേരിയന്റ് അവർ പറയുന്ന ഒരു റഫ് ഐഡിയ 79%. അപ്പൊ ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 50% കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു വാക്സിനും ഞങ്ങൾ അപ്രൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. സോ ദാറ്റ് വാസ് ദ ഗോൾ ആൻഡ് ലുക്ക് അറ്റ് വേർ വി ആർ റൈറ്റ് നൗ. അപ്പൊ അതൊരു ഹ്യൂജ് തിങ് ആണ്. അപ്പം എല്ലാ വാക്സിൻസിനും ഡെൽറ്റ വേരിയന്റിനെതിരെ കുറച്ച് എഫിക്കസി ഉണ്ട്, പക്ഷെ അതെല്ലാം പല നമ്പേഴ്സ് ആണെന്നേ ഉള്ളൂ. സോ ഫൈസർ ആൻഡ് മൊഡേണ ഇസ് സിമിലർ. അപ്പൊ അത് രണ്ടും ഏകദേശം 70 to 80% സ്റ്റിൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ത്രൂ ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇത് ആ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വളരെ കുറവാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ വാക്സിൻ എടുത്തിട്ട് അതിലൊരു ചെറിയൊരു ഭാഗം അത് എക്സ്പെക്റ്റഡ് ആണ്. ദർ ഇസ് നോ വേ യു ക്യാൻ പ്രിവെന്റ് ദാറ്റ്. അത്രയും ആ ഒരു ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്തായാലും വരും. അപ്പൊ പക്ഷെ ബാക്കി ഇപ്പം നാട്ടിലൊക്കെ എടുക്കുന്ന ആസ്ട്രസെനക്ക, കോവിഷീൽഡ് അതൊക്കെ കുറച്ചും കൂടെ ഇതിൽ നിന്നും കുറച്ചും കൂടെ കുറവാണെന്നുണ്ടെങ്കിലും ദേ ആർ ഓൾ ഇഫക്റ്റീവ്. ഏത് വാക്സിൻ ആണോ അവൈലബിൾ അത് ഉടനെ എടുത്തിരിക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ്. ഇപ്പൊ നമ്മൾ ഈ ഡെൽറ്റ വേരിയന്റ് കാണുന്നത് തന്നെ വാക്സിൻ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്തതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണത്. ഇപ്പം US-ലാണെന്നുണ്ടെങ്കിൽ ഓൺലി 50% ഇസ് വാക്സിനേറ്റഡ്, പക്ഷെ ആ ദി അതർ 50% ഇസ് കംപ്ലീറ്റ്ലി വൾണറബിൾ. ആൻഡ് ദെൻ അവര് ഈ പുതിയ വേരിയൻസ് ഉണ്ടാക്കാൻ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് സ്റ്റോം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലാംഡ വരുവാണ്. ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ വയ്യ. സോ ദർ മൈറ്റ് ബി എ സിറ്റുവേഷൻ വേർ വാക്സിൻ ഇസ് നോട്ട് എഫക്റ്റീവ്. ഇനി പിന്നെ പുതിയ വാക്സിൻ ഉണ്ടാക്കാൻ നടക്കണം. ദേ ക്യാൻ മേക്ക് ന്യൂ വാക്സിൻ, പക്ഷെ അതൊക്കെ എത്ര സമയമാണ് എടുക്കുന്നത്? ആ സമയത്ത് ദർ വിൽ ബി റിസർച്ച്, എത്ര ആൾക്കാരാണ് മരിക്കുന്നത്. സോ ആ 50% ആൾക്കാർ ഇഫ് ഇറ്റ് വാസ് അറ്റ്ലീസ്റ്റ് 70% ഫുള്ളി വാക്സിനേറ്റഡ്, നമ്മൾ ഈ ഒരു സർജ് കാണൂലായിരുന്നു. സർജ് വരുമായിരുന്നിരിക്കും, പക്ഷേ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ സ്മോൾ surge and it would have gone away. കാരണം there is always that small percentage of people who will get the infection even if vaccinated. എന്നുവെച്ചാൽ ആ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എന്തായാലും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നോ വാക്സിൻ ഇസ് 100%. അപ്പോൾ സോ ദാറ്റ് ഇസ് വൈ ഇത്രയും നല്ലൊരു വാക്സിൻ, ഇത്രയും സൈഡ് ഇഫക്റ്റ് കുറഞ്ഞ ഒരു വാക്സിൻ, and you're getting it free. എവിടെയാണ് കൊടുക്കുന്നതെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഊബർ പോലും വന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയി ദേ വിൽ ടേക്ക് യു ടു ദ വാക്സിൻ പ്ലേസ് ഫോർ ഫ്രീ. വാക്സിൻ എടുക്കാം. അതുകൊണ്ട് there is no excuse not to take the vaccine unless you had a major reaction. എന്നിട്ട് ഈ ഒരു വാക്സിന്റെ ട്രയൽസിലൊന്നും ആർക്കും ഒരുപാട് ആൾക്കാർക്കും ഒന്നും മേജർ റിയാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ചില സൈഡ് എഫക്ട്സ് ഉണ്ട്, ചില ആഡ്വേഴ്സ് ഇവന്റ്സ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ അതിന്റെ പെർസെന്റേജ് നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. സോ വെൻ യു ലുക്ക് അറ്റ് റിസ്ക് ബെനിഫിറ്റ് ഇസ് വേ മോർ. അതുകൊണ്ട് വാക്സിൻ എന്ന് പറയുന്നത് this is one thing that we have won in this pandemic is a vaccine with using a new technology. അപ്പൊ അത് എടുക്കാതിരിക്കാനായിട്ട് ഒരു എക്സ്ക്യൂസും ഞാൻ കാണുന്നില്ല, unless you reacted to your first dose really bad or you have known allergy to something that's in the vaccine. അത് known ആയിട്ട് allergy ഉണ്ട് എന്നറിയാമെന്നുണ്ടെങ്കിൽ there is an excuse, but otherwise there's no excuse. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, അതായത് എല്ലാവരും ഈ നമ്മളുടെ ഈ ഓരോ ഈ വാക്സിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷൻ ഒന്ന് തിരിച്ചെടുത്ത് നോക്കി, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തിലും കൂടുതലാണ്. The percentage of people who react to it very low. So ഒരു minute. So everybody, like vaccine is so important. നമുക്ക് വാക്സിൻ, ഞാൻ ഇന്നലെ NPR-ൽ കണ്ട ഒരു കാര്യമായിരുന്നു, വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ഹോൾ ഓർഗൻസിലും നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവൻ നമുക്ക് സെക്കൻഡ് ടൈം കോവിഡ് വരുവാണെങ്കിലും ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്നു, ലോങ് ടേം ഇഫക്ട്സ് കുറയുന്നു. സോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് വാക്സിൻസിന്. സോ പ്ലീസ് try to take a vaccine and try to protect yourself and everybody else around you, right? Yeah. And the other thing, like last year ella kuttigal in person aayirunnu. I don't know, kids enjoyed it or parents enjoyed it. It's like it just was a struggle. I remember that. And I was so ready, like ikkollam njan theerumaanichu ende kuttigale njan in person vidum ellavarum pretty much ellavarum decide cheyittund. Apporana ee delta variant that really affects the kids too, right?
So എന്താണ് ഈ റീഓപ്പണിംഗിൽ, how is it affecting the kids? And എന്താണ് പുതിയ അപ്ഡേറ്റ്സ് ഈ റീഓപ്പണിംഗ് ടൈമിൽ എന്താണ് പുതിയതായിട്ടുള്ള ഈ ഡെൽറ്റ വേരിയന്റും കിഡ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ്? സോ ഡെൽറ്റ വേരിയന്റ് ഓൾറെഡി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള വൈറസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ ആൽഫ വേരിയന്റ് കിഡ്സ് ഡേറ്റ വാസ് വെരി ഫേവറബിൾ ഡേറ്റ ഫോർ കിഡ്സ്. പക്ഷെ ഇപ്പോ ഡെൽറ്റ വേരിയന്റ് കൂടുതൽ കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ സിംറ്റമാറ്റിക് ആകുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്, സിവിയർ ഇൻഫെക്ഷൻസും ഉണ്ട്. ഈവൻ ദോ അത് കുറവാണ് കമ്പയർഡ് ടു അഡൾട്ട്സ്, ഇറ്റ്സ് സ്റ്റിൽ ലോ. പക്ഷെ നേരത്തെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സർജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വന്നു എന്നും എത്ര കുട്ടികളെ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൗ ഇറ്റ്സ് മോർ. അപ്പോ അതിന്റെ അർത്ഥം kids can transmit it, especially ഈ ഒരു വേരിയന്റ് ഇപ്പം നമ്മള് നോസിലുള്ള സെക്രീഷൻസിലൊക്കെ വൈറൽ ലോഡ് കൂടുതലാണ്. അപ്പോ കുട്ടികൾക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. നേരത്തെ കുട്ടികൾ അത്രയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, സ്കൂളുകളിൽ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല എന്നൊക്കെ ഒരു നല്ല ഫേവറബിൾ ഡേറ്റ ആയിരുന്നു നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ വൈറൽ ലോഡ് കൂടുതലായത് കാരണം കുട്ടികൾക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് സിവിയർ ഇൻഫെക്ഷൻ വരുന്നു. സോ ഇൻ എവറി വേ ഇറ്റ്സ് വേഴ്സ് in terms for kids also. അപ്പൊ അത് കാരണം kids should be protected. അപ്പൊ സ്കൂൾ തുറക്കുന്നത് it is a very important thing that everybody has to go back to in person. ഒരു വർഷം പോയി in person ഇല്ലാതെ. So it just it was a struggle for all the kids. അപ്പൊ ഇനി ഒരു വർഷം കൂടെ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. But then we have to do it in a safe way. അപ്പൊ അത് പിള്ളേരെയും പ്രൊട്ടക്ട് ചെയ്യണം, അഡൾട്ട്സിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അഡൾട്ട്സ് വാക്സിനേറ്റഡ് ആണ്, പക്ഷെ 12 ബിലോ വയസ്സുള്ള കുട്ടികൾക്ക് വാക്സിൻ ദേ ആർ നോട്ട് ഈവൻ എലിജിബിൾ. സോ ദേ ആർ ടോട്ടലി വൾണറബിൾ. അപ്പൊ ആ കുട്ടികളെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് they have to wear the mask, they have to in school they have to do what is necessary to keep them safe. അപ്പൊ അവരെ എങ്ങനെ സേഫ് ആയിട്ട് വെക്കാവോ ആ മെഷേഴ്സ് എടുത്തെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ മാസ്ക് ചെയ്യുക എന്നുള്ളതാണ് the first thing you can do. The cheapest and the best thing you can do to protect your kids is to have them stay masked. ഇപ്പം 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ CDC ഗൈഡ് ലൈൻസ് അനുസരിച്ചും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രീഷ്യൻസും K-12 കിൻഡർ ഗാർഡൻ ടു 12th grade എല്ലാവരും മാസ്ക് ചെയ്യണം എന്നാണ് ഗൈഡ് ലൈൻസ് പറഞ്ഞേക്കുന്നത്. So that would be the best thing to do. Plus social distancing, hand washing, idellam it's still very important. So I think കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സ്കൂൾ തുടങ്ങാൻ ഇനി ചിലയിടത്ത് ഒരാഴ്ചയുണ്ട്, 2 ആഴ്ചയുള്ളിടത്ത് we can still practice that in our house. അല്ലെ, നമ്മൾ ആ മാസ്ക് എടുക്കുന്നതും how to take off mask, hand sanitizer procedures, അവർക്ക് ആ procedural memory develop ചെയ്യാനായിട്ട് we should practice at home for the kids, because kids are kids, they are not going to remember it. So if it's procedural memory, they probably remember it better, and I'm thinking most of the schools reinforce it too, right? So I mean, it is, and I was thinking maybe buy cool sanitizer bottles for them. So they'll be like more, open to put it on. Easily accessible ആണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കും. So, and this summer, I feel like everybody felt like there was no COVID ever. Everybody back to normal activities, in the parks, water theme park, beaches, everything is full. So, I think everybody's conception is like water doesn't transmit this, right? That is still true or no? Is there an airborne component to it still? I know there was a lot of confusion around it. So what is the updated study about it? Okay. So water ന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറസ് വാട്ടർ വഴി വേറെ ആൾക്കാരെ ഇൻഫെക്ട് ചെയ്തതോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തതായിട്ടോ ഒരു ഡേറ്റയും ഇല്ല. അങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ആരും കണ്ടിട്ടില്ല. പക്ഷേ വാട്ടർ ഫെസിലിറ്റീസ് ലൈക്ക് സ്വിമ്മിംഗ് പ്ലേസസ്, അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കിങ്ങും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഔട്ട് ബ്രേക്സ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതെല്ലാം ക്ലോസ് കോണ്ടാക്ട് വഴിയാണ് വരുന്നത്, അല്ലാതെ വാട്ടറിൽ കൂടെ അല്ല. ഇപ്പൊ ഇപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ സ്വിം ചെയ്ത വെള്ളത്തില് വേറൊരാള് സ്വിം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഗിവ് ഹിം ആൻ ഇൻഫെക്ഷൻ. പക്ഷേ കാരണം ദോസ് വാട്ടർ ഇപ്പൊ ഏത് തരത്തിലുള്ള ഒരു വാട്ടറിലും ട്രീറ്റഡ് അല്ലാത്ത വാട്ടറിലും അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ.
So എല്ലായിടത്തും, so when you're outside the water or even in the water, if you're in close contact with somebody who has the infection, especially is the swim meetകളും അവിടെയൊക്കെ ഇങ്ങനെ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണ്, so they can transmit it. ആ തരത്തിലേ ഉള്ളൂ, അല്ലാതെ വെള്ളത്തിൽ കൂടെ ഉള്ള ട്രാൻസ്മിഷൻ ഇല്ല. How about the airborne part? Like, is it, is there any updated studies on it? So Delta variant നേരത്തെ ഉണ്ടായിരുന്ന ആൽഫയെക്കാളും കൂടുതൽ ട്രാൻസ്മിസിബിൾ ആണ്. അപ്പൊ ഇതിപ്പോ കുറച്ചും കൂടെ കൂടുതൽ എയർബോണ്ട് റീജിയനിൽ എത്തിക്കഴിഞ്ഞു. സോ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ, സോ ആസ് ഐ സെഡ് ഏർലിയർ, ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ 3 ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. പക്ഷെ ഇതിപ്പം 5 to 9 ആൾക്കാർക്ക് ആ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. So that means ഇത് ഈ ഡ്രോപ്ലെറ്റ്സ് അല്ല, ഇത് അത് മാത്രമല്ല പല പ്രൊസീജിയേഴ്സും that you do in the hospital, ചിലപ്പോൾ ബ്രോങ്കാസ്കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രീതിങ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ, ഇതെല്ലാം ഇത് ഈ വൈറസിനെ എയർബോൺ ആക്കും. അല്ലാതെ ഇപ്പം ഈ പ്രൊസീജിയേഴ്സ് ഒന്നും അല്ലാതെ തന്നെ, if you're in a room, the infection rate is higher, the infectious rate is higher, transmissibility is higher for Delta variant. അപ്പൊ അതിന്റെ അർത്ഥം there is some amount of airborne transmission. പക്ഷെ അത് എത്രയാണ് ക്ലിയർ ആയിട്ടുള്ള ഇപ്പോഴും നമുക്ക് ഡേറ്റ ഇല്ല. പക്ഷെ നമ്മള് more transmissible than alpha എന്നുള്ളതിന് ഒരു സംശയമില്ല. So stay safe on the side of caution, right? Always. Absolutely. One last question actually. നമ്മള് പണ്ടൊക്കെ ഗ്രോസറി സ്റ്റോറിൽ പോയിരുന്നപ്പോ വെജിറ്റബിൾസ് സോപ്പ് ഇട്ട് കഴുകുന്നു, സാനിറ്റൈസർ ഇടുന്നു, വളരെ ഒരു വലിയ പ്രൊസീജിയർ ആയിരുന്നു. And I remember I don't even like to go shopping anymore because that's like a whole another step added to it, അല്ലേ? അപ്പൊ അത്രയൊക്കെ അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും? എന്താണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഗൈഡ് ലൈൻസ്? സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും ഒരു ഔട്ട് ബ്രേക്ക് ഇതുവരെ കണ്ടിട്ടില്ല. സോ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കുറഞ്ഞു. പക്ഷെ നേരത്തെ നമുക്കാണെങ്കിൽ എന്തൊക്കെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു ഡ്രോപ്ലെറ്റ് വീണ് കഴിഞ്ഞാൽ അത് എത്ര നാളത്തേക്ക് അത് ഇൻഫെക്റ്റീവ് ആണ് എന്നുള്ളതൊന്നും, ഇൻഫെക്ഷ്യസ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ വയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരുന്നു നമ്മൾ ഏത് സർഫസിൽ അത് വീഴുന്നുണ്ടെങ്കിലും, പക്ഷെ ഫ്രീക്വന്റ്ലി ആൾക്കാർ ടച്ച് ചെയ്യുന്ന സർഫസിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ലൈവ് വൈറസ് ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി ലൈക്ക് ഡോർ നോബ്സ് ഒരു എക്സാമ്പിൾ ആണ്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വൈറസ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ യു ഹാവ് യൂസ് ഹാൻഡ് സാനിറ്റൈസർ. പക്ഷെ പാക്കേജസ് വരുന്നത്, വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. അത്ര ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും കാണുന്നില്ല. Unless you know ആരെങ്കിലും അതിൽ ചുമക്കോ എന്തെങ്കിലും ചെയ്ത് you know that it's contaminated, then yes, ഉടനെ തന്നെ അത് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷെ ഇറ്റ്സ് ബിൻ, ഇപ്പൊ അയച്ചു തന്ന ഒരു പാക്കറ്റ് ഇത് വെളിയിലിരിക്കുവാണ്, അതിന് നമ്മൾ വളരെ സംശയത്തോടെ നോക്കി അതിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ട അത്രയൊന്നും അത്യാവശ്യം ഞാൻ കാണുന്നില്ല. അപ്പോ നമ്മളെ ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ക്ലോസ് ടു ദ എൻഡ് ഓഫ് അവർ ഇന്റർവ്യൂ. അപ്പോ ലെറ്റ്സ് റീക്യാപ്പ്. If you want to give us a little bit, a little recap, what are the most important things for you to do to fight this Delta variant? So number 1, vaccinate. If you have not taken the vaccine, ഇവിടെ ഇത്രയും വാക്സിൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ വാക്സിൻസ് വേസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, എക്സ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. There are several vaccine clinics. You can find it out if you have access to internet. വളരെ പെട്ടെന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, വാക്സിൻ എടുക്കാൻ പറ്റും. So that's number 1. Stay safe still with mask. മാസ്ക് കളയാനുള്ള സമയമായിട്ടില്ല. മാസ്ക് even outdoor, that's the thing. അപ്പൊ ഔട്ട്ഡോർ എന്ന് പറയുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും. സോ ഇഫ് യു ആർ ക്ലോസ് ടു സംബഡി, യു സ്റ്റാൻഡിങ് ക്ലോസ് ആൻഡ് ടോക്കിംഗ് ടു സംബഡി, യെസ്, മാസ്ക് അപ്പോഴും. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യുവാണ്, യു ആർ വാക്സിനേറ്റഡ്, മറ്റേയാളും വാക്സിനേറ്റഡ് ആണ്, then the risk is low, definitely low. പക്ഷേ you have to decide that according to, as long as you have the knowledge, എന്ത് സമയത്താണ് ഇത് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ then we know when to mask. അപ്പൊ എപ്പോഴും മാസ്ക് കയ്യിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. It's not yet time to get rid of your masks. So this Delta variant is more potent, and she was also already saying there is Lambda coming. So I don't know what's next. Chi, Phi, I don't know what the next variant is. So we have to fight it together. So I think my motto is there is 2 V's. You can either take the vaccine or you can take the ventilator, right?
So I think that's what you have to think about, the V's. So please vaccinate and stay safe. Hope we don't have to do another variant video. Yes. Fight it all together, right? So thank you, Dr. Thara Damodaran, for your valuable time. And thank you for all the listeners for listening to us. And until we meet again, bye-bye. Thank you.